ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുറ്റി റിവ്യൂ ആണ്. ഒരു വിൻസ്റ്റൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹെയർ ബ്ലോ ബ്രഷാണ്. നമ്മുടെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷിൻ്റെ ഒരു കുറ്റി റിവ്യൂ ആണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഞാൻ അതിൽ എൻ്റെ ഹെയർ എങ്ങനെ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യുന്നു എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ എൻ്റെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ബെൽ ബട്ടൺ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഹെയർ ബ്ലോ ബ്രഷ് വരുന്നത്. നമുക്ക് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാം, നമുക്ക് ഹെയർ കേൾ ചെയ്യാം. നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യില്ലേ, നമ്മൾ സലോണിലൊക്കെ പോയിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്യില്ലേ, അത് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാമെന്നാണ് ഇവർ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് സാധനം വരുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ ബ്രിസൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മുടി ഇങ്ങനെ ഈരി ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മെയിൻലി നമ്മളെ ഹെയർ വെറ്റ് അല്ല, ഒരു ട്രിപ്പിംഗ് വെറ്റല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി എന്നാലും ഇച്ചിരി മോയ്സ്റ്റ് ആയിട്ടുള്ള സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഡ്രൈ ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ഹെയറിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹെയർ ഓൾറെഡി വെറ്റുള്ള ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈലിങ്ങും ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ബ്രിസൽസ് വരുന്നത്. ഇത് നമുക്ക് നല്ലോണം ഇങ്ങനെ ഗ്രാബ് ചെയ്യാനും നമ്മൾ ഗ്രാബ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്യാനും ആവശ്യത്തിന് നല്ലതാണ്. പിന്നെ ഹീറ്റ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ കയ്യൊന്നും അങ്ങനെ ഉള്ളിലേക്ക് തട്ടി അങ്ങനെ പൊള്ളണം അങ്ങനെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് ഇങ്ങനെ 3 ഹീറ്റ് സെറ്റിങ്സ് ആണ് വരുന്നത്. ഇതിൽ 3 ഹീറ്റ് സെറ്റിങ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. ഇവിടെ ഫസ്റ്റ് ഓഫ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓരോ സെറ്റിങ്സിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ കൂൾ സെറ്റിംഗ് ഉണ്ട്, പിന്നെ ലോവും പിന്നെ ഒരു ഹൈ സെറ്റിംഗ് ഉണ്ട്. ഞാൻ മോസ്റ്റ്ലി ഹൈ സെറ്റിംഗിൽ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യാറ്. ബിക്കോസ് എൻ്റെ ഹെയർ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആണ്. പിന്നെ നോർമൽ എന്താ പറയുക, ഹെയർ ഡ്രയർ വെച്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് ഇത് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു 1500 തൊട്ട് 2500 ഉള്ളിൽ പല വെബ്സൈറ്റിലും വേറെ വേറെ പ്രൈസ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത് വാങ്ങിയത് ഐ തിങ്ക് 2100 ആൻഡ് സംതിങ്ങിനാണ് ഞാൻ വാങ്ങിയത്. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അടിയിൽ ഞാൻ ലിങ്ക് ആമസോണിൻ്റെയും നൈക്കയുടെയും ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് തരാം ഇതിൻ്റെ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഇതിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം. എനിക്ക് ഞാൻ മോസ്റ്റ്ലി ചെയ്യുന്നത് ഇത് ഹെയർ ഡ്രൈ ചെയ്യാനും ഒരു സെമി സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എനിക്കൊരു സെമി സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് കിട്ടുള്ളൂ. എനിക്ക് പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാറില്ല അതുകൊണ്ട്. കാരണം എൻ്റെ ഹെയർ ഭയങ്കര കേളിയാണ്. അപ്പോൾ പിന്നെ ഓരോ ഹെയർ സ്ട്രാൻഡ്സ് ഭയങ്കരമായിട്ട് തിക്കാണ്. എൻ്റെ ഹെയർ പിന്നെ എങ്ങനെ സ്ട്രെയിറ്റ് ചെയ്താലും അങ്ങനെ ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല. സ്ട്രെയിറ്റനിങ് ചെയ്താൽ മാത്രമേ നിൽക്കാറുള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഫുൾ ടൈമായിട്ട് സ്ട്രെയിറ്റനിങ് ആയിട്ട് നിൽക്കാറില്ല. ബട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഡ്രൈ ആയി കിട്ടും. പിന്നെ നമ്മൾ വെറ്റായിട്ടുള്ള ഹെയർ കൊണ്ട് നടന്ന് നമ്മൾ ആ മുടി അഴിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോവും. അത് നമ്മുടെ ഹെയറിന് ഒന്നുകൂടി ഡാമേജ് ആണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് മുടി. അപ്പോൾ നമ്മുടെ ഹെയറിന് അത്രയും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല, പൊട്ടാനും സാധ്യത കുറവാണ്. കൂടുതൽ നാൾ നിൽക്കും ചെയ്യും. എനിക്കത് നല്ല സ്മൂത്ത് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും ചെയ്യും ഹെയർ ആണ്. പിന്നെ നിങ്ങളുടെ ഹെയർ അധികം തിക്കല്ലാത്ത ഹെയർ ആണ്, പിന്നെ ഓൾറെഡി ഒരു അത്ര കേളി അല്ല, ഒരു സെമി കേളി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ആ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ഹെയർ അത്ര കേളി അല്ലല്ലോ. എൻ്റെ ഭയങ്കരമായിട്ട് കേളി ആയിട്ടുള്ള ഹെയർ ആണ്. ഞാൻ CJ മെത്തേഡൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നല്ലോണം കേളി ആയിട്ടുള്ള ഹെയർ ആണ് വരുന്നത്. ബട്ട് ഫോർ ദിസ് പർപ്പസ് എനിക്ക് ഇത് സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ ഹെയർ അത്ര കേളി അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഇത് വെച്ചിട്ട് സ്ട്രെയിറ്റൻ ചെയ്താൽ തന്നെ നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അത്യാവശ്യം നല്ല പവറുള്ള സാധനം തന്നെയാണ്. എനിക്കൊരു 15 മിനിറ്റ്സിൻ്റെ അടുത്താണ് വേണ്ടി വരാറ് ഇതൊന്ന് ഫുൾ ഹെയർ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത് സൂപ്പറാണ്. പെട്ടെന്ന് തന്നെ കാര്യം നടക്കും ചെയ്യും. എന്നാൽ നല്ല റിസൾട്ട് എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒരു ബ്ലോ ബ്രഷ് നോക്കുന്നുണ്ടെങ്കിൽ ഈ വിൻസ്റ്റൻ്റെ ബ്ലോ ബ്രഷ് നല്ലൊരു ബ്ലോ ബ്രഷാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. സ്പെഷ്യലി നിങ്ങളുടെ ഹെയർ എൻ്റെ അത്ര തിക്കല്ല, അത്ര കേളി അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രെയിറ്റ്നറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നല്ലൊരു ബ്ലോ ബ്രഷിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേറെ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ എന്താ വെച്ചാൽ ഈ ഡാമേജ് പരമാവധി കുറയ്ക്കാം നമുക്ക് ഇതുകൊണ്ട് ചെയ്താൽ തന്നെ. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് നിൽക്കും ചെയ്യും. പിന്നെ വല്ല ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്താൽ മതി. സ്പെഷ്യലി ഇതുകൊണ്ട് നിങ്ങൾ ശരിക്കും ചെയ്ത് പഠിക്കുകയാണ്, നിങ്ങളുടെ ഹെയർ അത്ര കേളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. വിൻസ്റ്റൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഞാൻ അടിയിൽ ലിങ്ക് തരാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു റിവ്യൂ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ച് കൊടുക്കുക. വേറെ ആർക്കെങ്കിലും ഇന്ന വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.